നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. കാസർഗോഡ് ജില്ലയിൽ വോട്ടെടുപ്പിനായുള്ള സാമഗ്രികളുടെ വിതരണം നടന്നു. പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ ബൂത്തുകളിലെത്തുകയും തെരഞ്ഞെടുപ്പ് വോട്ടിംഗിനായുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. കൊട്ടിക്കലാശം കളറാക്കി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെയാണ് ഇത്തവണ കൊട്ടിക്കലാശം നടന്നത്. കോൺഗ്രസിന്റെ പ്രധാന ശത്രു CPIM അല്ല, മുസ്ലിം ലീഗ് എന്ന കോൺഗ്രസ് നേതാവ്. കോൺഗ്രസ് ചെങ്കള മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ റസാഖാണ് ഒരു യോഗത്തിൽ ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയത്. ഗുരുശിഷ്യ ഹസ്തശില്പ പ്രശിക്ഷൺ പ്രോഗ്രാം തെയ്യം മുഖരൂപ നിർമ്മാണ പരിശീലനത്തിന് സമാപനം. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവർക്കായാണ് പരിശീലനം നൽകിയത്. ഭാഷാ സംഗമ ഭൂമിയായ മഞ്ചേശ്വരത്ത് വിവിധ ഭാഷകളിൽ സ്ഥാനാർത്ഥികൾക്കായി തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ പാടി ശ്രദ്ധേയയാവുകയാണ് പൈവെളികെ കൂടാൽ മേർക്കളയിലെ 12-കാരിയായ ആയിഷ ഷിബില. ഇതിനോടകം 40ഓളം തെരഞ്ഞെടുപ്പ് ഗാനങ്ങളാണ് ആയിഷ ഷിബില പാടിയിട്ടുള്ളത്. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ കാഞ്ഞങ്ങാട് 2026 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഡിസംബർ 15-ന്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കാസർഗോഡ് ബന്ദിയോട് സ്വദേശിയെ ദുബായിൽ കടൽ തീരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. പഞ്ചത്തൊട്ടിയിലെ ഹസൈൻ ആർ സഫിയ ദമ്പതികളുടെ ഏക മകൻ മുഹമ്മദ് ഷഫീഖാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. കാസർഗോഡ് ജില്ലയിൽ വോട്ടെടുപ്പിനായുള്ള സാമഗ്രികളുടെ വിതരണം നടന്നു. പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ ബൂത്തുകളിലെത്തുകയും തെരഞ്ഞെടുപ്പ് വോട്ടിംഗിനായുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പോളിംഗ് സാമഗ്രികളുടെ നിരവധി വിതരണ സ്വീകരണ കേന്ദ്രങ്ങളാണ് കാസർഗോഡ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിതരണ സ്വീകരണ കേന്ദ്രം കാസർഗോഡ് ഗവൺമെന്റ് കോളേജാണ്. രാവിലെ തന്നെ ഇവിടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു. പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ ബൂത്തുകളിലെത്തുകയും വോട്ടിംഗിനായുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിതരണ സ്വീകരണ കേന്ദ്രം കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളാണ്. കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിതരണ സ്വീകരണ കേന്ദ്രം BAR ഹയർ സെക്കൻഡറി സ്കൂൾ ബോവിക്കാനവും, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിതരണ സ്വീകരണ കേന്ദ്രം കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിതരണ സ്വീകരണ കേന്ദ്രം പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജുമാണ്. പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിലെ വിതരണ സ്വീകരണ കേന്ദ്രം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരപ്പയാണ്. കാഞ്ഞങ്ങാട് നഗരസഭയുടെ വിതരണ സ്വീകരണ കേന്ദ്രം ഹൊസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും, നീലേശ്വരം നഗരസഭയുടെ വിതരണ സ്വീകരണ കേന്ദ്രം നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ്. കാസർഗോഡ് നഗരസഭയുടെ വിതരണ സ്വീകരണ കേന്ദ്രം കാസർഗോഡ് ഗവൺമെന്റ് കോളേജാണ്. 6 ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും 3 മുനിസിപ്പാലിറ്റി തലത്തിലുമായി ആകെ 9 സ്വീകരണ വിതരണ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. എല്ലാ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിൽ നിന്നും അതത് ബ്ലോക്ക് മുനിസിപ്പാലിറ്റികൾക്ക് കീഴിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് രാവിലെ 10 മണി മുതലാണ് പോളിംഗ് സാമഗ്രികളുടെയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെയും വിതരണം ആരംഭിച്ചത്. ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപേയായി ഈ പ്രവൃത്തി പൂർത്തീകരിച്ചു. പോളിംഗിന് ആവശ്യമായ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിന്റെ 20% അധികം ജീവനക്കാരെ കരുതിയിട്ടുണ്ട്. വോട്ടെടുപ്പ് ദിവസം ഇത് 5% ചുരുങ്ങും. ആകെ പോളിംഗ് ഉദ്യോഗസ്ഥർ 6584 ആണ്. പോളിംഗ് ഉദ്യോഗസ്ഥർക്കായി 207 ബസ്, 111 മിനി ബസ്, 69 ട്രാവലർ, 32 ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്നിങ്ങനെ ആകെ 689 വാഹനങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൊട്ടിക്കലാശം കളറാക്കി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെയാണ് ഇത്തവണ കൊട്ടിക്കലാശം നടന്നത്.
ഇതൊന്നും പ്രശ്നങ്ങൾക്ക് ഒരു അറുതി വരണമെങ്കിൽ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തനായ ജനസേവകർ വിജയിച്ചു. തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ദേശീയതയുടെ ചിഹ്നമായ താമര അടയാളത്തിൽ ഗുരുശിഷ്യ ഹസ്തശില്പ പ്രശിക്ഷൺ പ്രോഗ്രാം തെയ്യം മുഖരൂപ നിർമ്മാണ പരിശീലനത്തിന് സമാപനമായി. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവർക്കായാണ് പരിശീലനം നൽകിയത്. ഗുരുശിഷ്യ ഹസ്തശില്പ പ്രശിക്ഷൺ പ്രോഗ്രാം തെയ്യം മുഖരൂപ നിർമ്മാണ പരിശീലനം 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവർക്കായാണ് സംഘടിപ്പിച്ചത്. 50 ദിവസം നടന്ന പരിശീലന പരിപാടി രാവിലെ 10 മണി മുതൽ ആരംഭിച്ച് വൈകുന്നേരം 4 മണി വരെയായിരുന്നു. തെയ്യത്തെക്കുറിച്ചുള്ള കഥകളും ചരിത്രങ്ങളും ഇവിടെ സ്വായത്തമാക്കി കൊടുക്കുന്നു. ആദ്യം ചിത്രങ്ങൾ വരയ്ക്കാൻ പഠിപ്പിച്ചതിന് ശേഷം അത് മരത്തിൽ കൊത്തിയെടുക്കുന്നു. ശേഷം അതിൽ മുഖത്തെഴുത്ത് തലച്ചമയങ്ങളും കളർ ചെയ്യുന്നു. 10 തെയ്യങ്ങളുടെ മുഖത്തെഴുത്തും ചമയങ്ങളും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. 20 സ്ത്രീകളും 10 പുരുഷന്മാരും അടങ്ങുന്ന 30 സംഘമായിട്ടാണ് ഇവിടെ പരിശീലനം നടത്തി വരുന്നത്. പരിപാടിയുടെ സമാപന സദസ്സ് മാവുങ്കാൽ വ്യാപാര ഭവനിൽ വെച്ചാണ് നടന്നത്. ബാലചന്ദ്രൻ കൊട്ടോടി സൊമനിയൂർ പ്രകാശനം നിർവഹിച്ചു. ശില്പം, മുഖത്തെഴുത്ത്, ചിത്രം ഇവയുമായി ഒരു ബന്ധമില്ലാത്ത വ്യക്തിയാണ്. അച്ഛന കലകളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇതുകൂടാതെ അത്യാവശ്യം ഹെൽപ്പ് ചെയ്യുന്നത് ഒരു മോട്ടിവേഷൻ ട്രെയിനർ, നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് പോകുന്ന വ്യക്തി എന്ന് മാത്രമാണ്. അല്ലാതെ മറ്റേ ശില്പത്തെക്കുറിച്ചൊന്നും പറയാൻ എനിക്കറിയില്ല. അത് സംസാരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഞാൻ ക്ഷണിച്ച് നന്ദി. ഒരുപക്ഷെ ഈ സംരംഭം തുടങ്ങുമ്പോൾ എനിക്ക് വാട്സാപ്പിൽ അതിന് മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ ഒരുപാട് ഷെയർ ചെയ്തിരുന്നത്. പക്ഷെ ആ ഭാഗത്തുനിന്നാലും ഇല്ലാത്ത സങ്കടമുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ട ഒരാളായിരുന്നു പഠിതാവായിട്ട്. കാരണം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും പുനർജി അനിയൻ ചെയ്യുമ്പോൾ അത് വ്യത്യസ്തത ഉണ്ടാവുന്ന ഉറപ്പാണ്. മേഡം പറഞ്ഞിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഈ കൊത്തുപണി അല്ലെ ഒടി പിടിക്കാത്ത കൈകളെ കൊണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളെ കുറ്റം പറഞ്ഞല്ല കേട്ടോ, പകുതി തന്നെയാണ്. പണ്ടേ പകുതിയാണ്, ഇപ്പോഴും തുല്യതയുണ്ട്. തുല്യത കൊണ്ട് പൊരുന്തിക്കും വേണ്ട, കരുതൽ മതി. ഇതൊരു കരുതലാണ്. ദർശന രാഘവൻ അധ്യക്ഷത വഹിച്ചു. MV മധു, ഹർഷൻ PP, ശോഭ എന്നിവർ സംസാരിച്ചു. അനിൽ കാർത്തിക സ്വാഗതവും വിനോദൻ KG നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ കാഞ്ഞങ്ങാട് 2026 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഡിസംബർ 15 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. JCI കാഞ്ഞങ്ങാടിന്റെ 2026 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഡിസംബർ 15 തിങ്കളാഴ്ച കാഞ്ഞങ്ങാട് റോയൽ റെസിഡൻസിയിൽ വെച്ചാണ് നടക്കുന്നത്. ചടങ്ങിൽ മുഖ്യാതിഥിയായി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വിനോദ് കുമാർ AK പങ്കെടുക്കും. JCI മേഖല 19ന്റെ മേഖലാ പ്രസിഡന്റ് അരുൺ പ്രഭു വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. മേഖലാ വൈസ് പ്രസിഡന്റ് മോവിൻ മോഹൻ ആശംസയർപ്പിച്ച് സംസാരിക്കും. അർജുൻ മനോഹർ സ്വാഗതം പറയും. ചടങ്ങ് ഡിസംബർ 15 8 മണിക്ക് കാഞ്ഞങ്ങാട് റോയൽ റെസിഡൻസിയിൽ വെച്ച് നടത്തിയാണ്. വിവരം അതിൽ ബന്ധപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളുടെ അറിയിക്കുകയാണ്. JCI കാഞ്ഞങ്ങാടിന്റെ 2026 വർഷത്തെ പുതിയ ഭാരവാഹികൾ എന്ന് പറയുന്നത് പ്രസിഡന്റായിട്ട് മാമൂലുള്ള എഞ്ചിനീയർ കൂടിയായ JC രഞ്ജിത്താണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രസിഡന്റായിട്ട് JCIയുടെ തന്നെ നിമിഷ ഗീതാത്താണ് സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ട്രഷററായിട്ട് കരുനാഗപ്പള്ളിയുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ് ജോബി മോനാണ് ട്രഷറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്.
കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ രഞ്ജിത് കുമാർ, രതീഷ് അമ്പലത്തറ, നിമിഷ നിതാന്ത്, അർജുൻ മനോഹരൻ, മുൻ പ്രസിഡന്റുമാരായ സുനിൽ കുമാർ ബി, സത്യൻ പി, ചാന്ദേശ് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ബന്ദിയോട് സ്വദേശിയെ ദുബായിൽ കടൽ തീരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. പഞ്ചത്തൊട്ടിയിലെ ഹസൈനാർ സഫിയ ദമ്പതികളുടെ ഏകമകൻ മുഹമ്മദ് ഷഫീഖാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് യുവാവ് മരിച്ചതായുള്ള വിവരം നാട്ടിൽ ലഭിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഉപ്പള പൈവളികെ ബള്ളൂർ സ്വദേശികളായ 2 പേരെ ദുബായ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ദുബായ് പോർട്ട് റാഷിദ് കടൽ തീരത്താണ് മുഹമ്മദ് ഷഫീഖിന്റെ മൃതദേഹം കാണപ്പെട്ടതെന്നാണ് ബന്ധുക്കൾക്ക് നാട്ടിൽ വിവരം ലഭിച്ചത്. ബർദുബയിൽ താമസിച്ച് സ്കൂളിൽ അക്കൗണ്ടിംഗ് മേഖലയിൽ ജോലി ചെയ്തു വരികയായിരുന്നു മുഹമ്മദ് ഷഫീഖ്. 8 മാസം മുൻപാണ് നാട്ടിലെത്തി തിരികെ പോയത്. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഷഫീഖ് വീട്ടിലേക്ക് അവസാനമായി ഫോണിൽ വിളിച്ചത്. അതിനുശേഷം വീട്ടുകാർ ഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമം നടത്തിയെങ്കിലും ഷഫീഖിന്റെ ഫോൺ പ്രവർത്തനരഹിതമായിരുന്നു. ഡിസംബർ 4 രാത്രി മുഹമ്മദ് ഷഫീഖും കൂടെ താമസിക്കുന്ന 2 പേരും തമ്മിൽ വാക്തർക്കമുണ്ടായിരുന്നതായി പറയുന്നു. ഇതിനുശേഷം താഴത്തെ നിലയിലേക്ക് പോയ ശേഷം മുഹമ്മദ് ഷഫീഖ് തിരിച്ചെത്തിയിരുന്നില്ലെന്ന് പറയുന്നു. അന്വേഷണം നടക്കുന്നതിനിടയിലാണ് മൃതദേഹം കടലിൽ കാണപ്പെട്ടത്. സംഭവത്തിൽ ഉപ്പള പൈവളികെ ബള്ളൂർ സ്വദേശികളായ 2 പേരെ ദുബായ് പോലീസ് ചോദ്യം ചെയ്തു വരികയാണെന്നാണ് വിവരം. ചിലരുമായുള്ള പണമിടപാട് കണക്ക് ഷഫീഖ് ഡയറിയിൽ നേരത്തെ തന്നെ കുറിച്ചു വെച്ചിരുന്നു. പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഷഫീഖിനെ കൊലപ്പെടുത്തിയെന്ന സംശയമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂവെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ നൽകുന്ന വിശദീകരണം. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. രാമചന്ദ്ര റാവു മെമ്മോറിയൽ ഗവൺമെന്റ് UP സ്കൂൾ കീക്കാനിൽ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ സെൽഫി പോയിന്റ് ഒരുങ്ങി. പ്രവാസി വ്യവസായി രാജൻ പൂച്ചക്കാട് ഉദ്ഘാടനം ചെയ്തു. രാമചന്ദ്ര റാവു മെമ്മോറിയൽ ഗവൺമെന്റ് UP സ്കൂൾ കീക്കാനിൽ അക്കാദമിക മാസ്റ്റർ പ്ലാനിലെ 17ാമത്തെ പ്രൊജക്റ്റായ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലൊരുക്കിയ സെൽഫി പോയിന്റ് പ്രവാസി വ്യവസായി രാജൻ പൂച്ചക്കാട് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് കാരണം അദ്ദേഹവും നമ്മുടെ സതീശനും ലത്തീഫും ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോടൊരു കാര്യം പറയാം, ഇങ്ങനെ ഞങ്ങളുടെ കുറേ പരിപാടികൾ ഉദ്ഘാടനം കഴിഞ്ഞു, ഇനി അക്കാദമിക് ലെവലിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത്, അതിനുവേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയുമായിട്ട് ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ചെയ്യാമെന്നാണ് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തത്. അപ്പോൾ എന്നോട് പറഞ്ഞു സ്മാർട്ട് ക്ലാസ് റൂം ഒരു 3 ചെയ്യേണ്ടിയിരുന്നു. അതിൽ ഒരാൾ പ്രോമിസായിട്ടുണ്ട്, ബാക്കി 2 ബാക്കിയുണ്ട്. പിന്നെ കുറച്ച് പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളും എന്നോട് സംസാരിക്കുകയുണ്ടായി. പ്രഥമാധ്യാപകൻ KM ദിലീപ് കുമാർ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് പ്രശാന്ത അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ സതീഷ് കാവടി, സത്യം പൂച്ചക്കാട്, രവിവർമ്മൻ മാസ്റ്റർ, നാരായണൻ K, ലത്തീഫ്, അഷ്റഫ് KM, വിമല, പ്രീതി വിജയൻ, ഷർഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ഷീന EK നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രമുഖ കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ നേതാവും CITUവിന്റെ പ്രഥമ ജില്ലാ ജനറൽ സെക്രട്ടറിയും CPIM ജില്ലാ സെക്രട്ടറിയുമായിരുന്ന AK നാരായണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. യോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം VV പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ നേതാവും CITUവിന്റെ പ്രഥമ ജില്ലാ ജനറൽ സെക്രട്ടറിയും CPIM ജില്ലാ സെക്രട്ടറിയുമായിരുന്ന AK നാരായണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണ യോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം VV പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖരായ നേതാക്കളെയെല്ലാം തുറങ്ങിലെത്താൻ വേണ്ടിയിട്ട് ഭരണകൂടം തയ്യാറായപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ കൂടിയായിരുന്നു AK എന്നുള്ള കാര്യം ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായും തൊഴിലാളികൾ അവരുടെ സമർപ്പിതമായ ജീവിതം രാജ്യത്താകെയുള്ള അധ്വാനിക്കുന്ന ജനങ്ങളുടെ എല്ലാം മോചനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. ഇന്ത്യൻ ഭരണവർഗം കൃത്യമായിട്ട് അധ്വാനിക്കുന്ന ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് പല രീതിയിൽ പല ഭാവത്തിൽ നമ്മുടെ മുമ്പിൽ വരികയാണ്. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ ദീർഘകാലമായിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട തൊഴിലാളി വിരുദ്ധ ചട്ടങ്ങൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതൊക്കെ തന്നെയും നമുക്ക് സാധ്യമില്ലാതാക്കുന്ന രീതിയിൽ ചട്ടങ്ങൾ നടപ്പിലാക്കാൻ പോവുകയാണ്. ലേബർ കോഡുകൾ പ്രാവർത്തികമാക്കുകയാണ്. അത് ജനങ്ങളുടെ മേൽ തൊഴിലാളികളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്.
സമാന്തരമായിട്ടാണ് ഇന്ത്യൻ നിയമ സംഹിതയാകെ തന്നെയും മാറ്റിയിട്ടുള്ളത്. സാധാരണഗതിയിൽ എല്ലാവരും ധരിച്ചു വെച്ചത്. പി ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു. പി കമലാക്ഷൻ, കെ വി രാഘവൻ, പി കാര്യമ്പു, വി ബാലകൃഷ്ണൻ, എം പൊക്ലൻ, ടി ബാബു, രോഹിണി, പി തങ്കമണി, എം കൃഷ്ണൻ, ടി കുട്യൻ, എം രാമൻ എന്നിവർ സംസാരിച്ചു. DV അമ്പാടി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗവൺമെന്റ് മാപ്പിള LP സ്കൂൾ അജാനൂരിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. സബ് ജില്ലാ തലത്തിൽ കലാകായിക ശാസ്ത്രമേളകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും രക്ഷിതാക്കൾക്കുള്ള പാരന്റിംഗ് ക്ലാസും നടത്തി. ഗവൺമെന്റ് മാപ്പിള LP സ്കൂൾ അജാനൂരിൽ വിജയോത്സവവും പാരന്റിംഗ് ക്ലാസും നടത്തി. സബ് ജില്ലാ തലത്തിൽ കലാകായിക ശാസ്ത്രമേളകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും രക്ഷിതാക്കൾക്കുള്ള പാരന്റിംഗ് ക്ലാസും നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര വിതരണവും സ്കൂൾ വികസന സമിതി അംഗവും പൂർവ്വ വിദ്യാർത്ഥിയുമായ M ഹമീദ് ഹാജി നിർവഹിച്ചു. അതോടൊപ്പം ഒരു മോട്ടിവേഷൻ ക്ലാസ് നടത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ എങ്ങനെ നമ്മൾ ഇനിയും വളർത്തണം, നല്ല നിലയിൽ വളർത്തുന്നതിന് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങളോട് അദ്ദേഹം പറയുന്നതായിരിക്കും. കൂടുതലായി ഞാൻ പറയുന്നില്ല. ഏതായാലും ഞാൻ പഠിച്ച സ്കൂള്, എൻ്റെ ഉപ്പ പഠിച്ച സ്കൂള്, ഈ സ്കൂളിൽ ചെറിയ ക്ലാസ്സിലാണെങ്കിൽ കൂടി പഠിച്ചതിൽ നമുക്ക് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെല്ലാവരും മുൻകാലങ്ങളിൽ പഠിച്ച സ്കൂളുകൾ തന്നെയാണ്. ഇവിടെ നിന്ന് എത്രയോ ഡോക്ടർമാരും അതുപോലെ എത്രയോ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അതുപോലെ എത്രയോ ഉദ്യോഗസ്ഥന്മാരൊക്കെ പഠിച്ചു കഴിഞ്ഞ സ്കൂളാണ്. ഇനിയും നമ്മുടെ സ്കൂള് കാലാകാലം നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നു. പ്രമുഖ ട്രെയിനറും ലിവ് ടു സ്മൈൽ ഡയറക്ടറുമായ ഇർഫാദ് മായ്പാടി ക്ലാസ് കൈകാര്യം ചെയ്തു. PTA പ്രസിഡന്റ് ഷംഷീർ B അധ്യക്ഷത വഹിച്ചു. വികസന സമിതി ചെയർമാൻ K കുഞ്ഞുമൊയ്തീൻ, PTA വൈസ് പ്രസിഡന്റുമാരായ ഷബീർ ഹസൻ, ഷാഹ്സാദ് ബാങ്സൻ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ ഗുലാം മുഹമ്മദ് MT സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഫൈസൽ PK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെമ്മട്ടം വയൽ കുയിൽവീട് തറവാട് പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. ചെമ്മട്ടം വയൽ കുയിൽവീട് തറവാട് പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി പൊട്ടൻ തെയ്യം, വിഷ്ണുമൂർത്തി എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട മഹോത്സവം ദർശിക്കുവാനായി ദേവസ്ഥാന സന്നിധിയിലേക്ക് എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. കാസർഗോഡ് ജില്ലയിൽ വോട്ടെടുപ്പിനായുള്ള സാമഗ്രികളുടെ വിതരണം നടന്നു. പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ ബൂത്തുകളിലെത്തുകയും തെരഞ്ഞെടുപ്പ് വോട്ടിംഗിനായുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. കൊട്ടിക്കലാശം കളറാക്കി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെയാണ് ഇത്തവണ കൊട്ടിക്കലാശം നടന്നത്. കോൺഗ്രസിന്റെ പ്രധാന ശത്രു CPIM അല്ല, മുസ്ലിം ലീഗ് എന്ന കോൺഗ്രസ് നേതാവ്. കോൺഗ്രസ് ചെങ്കള മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ റസാഖാണ് ഒരു യോഗത്തിൽ ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയത്. ഗുരുശിഷ്യ ഹസ്തശില്പ പ്രശിക്ഷൺ പ്രോഗ്രാം തെയ്യം മുഖരൂപ നിർമ്മാണ പരിശീലനത്തിന് സമാപനം. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവർക്കായാണ് പരിശീലനം നൽകിയത്. ഭാഷാ സംഗമ ഭൂമിയായ മഞ്ചേശ്വരത്ത് വിവിധ ഭാഷകളിൽ സ്ഥാനാർത്ഥികൾക്കായി തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ പാടി ശ്രദ്ധേയയാവുകയാണ് പൈവെളികെ കൂടാൽ മേർക്കളയിലെ 12-കാരിയായ ആയിഷ ഷിബില. ഇതിനോടകം 40ഓളം തെരഞ്ഞെടുപ്പ് ഗാനങ്ങളാണ് ആയിഷ ഷിബില പാടിയിട്ടുള്ളത്. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ കാഞ്ഞങ്ങാട് 2026 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഡിസംബർ 15-ന്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കാസർഗോഡ് ബന്ദിയോട് സ്വദേശിയെ ദുബായിൽ കടൽ തീരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. പഞ്ചത്തൊട്ടിയിലെ ഹസൈൻ R സഫിയ ദമ്പതികളുടെ ഏക മകൻ മുഹമ്മദ് ഷഫീഖാണ് മരിച്ചത്.
ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.